നമ്മുടെ ഈ പ്ലാവും തൈ എന്ന് പറഞ്ഞാൽ നവംബറിൽ വെച്ചു എന്ന് പറഞ്ഞാൽ എന്നയിൽ ഹൈറ്റില്ല. ഞാനിപ്പോൾ ഇത്രേ ഉള്ളൂ പ്ലാവും തൈ. അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് കായ്ച്ചു കിട്ടും. ഇതിപ്പോൾ ഈ പറമ്പിലുള്ളതിൽ ഇതിലും വലുത് അവിടെ ഉണ്ട്. അത് ചെടിയുടെ ആരോഗ്യം അനുസരിച്ചാണല്ലേ പ്ലാന്റുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ. എല്ലാ ചെടിയും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതിന് കിട്ടുന്ന ആ വളത്തിൻ്റെ ഉണ്ടാവും, സൂര്യപ്രകാശവും ഉണ്ടാവും, പിന്നെ അതിൻ്റെ ആ കരുത്തിനനുസരിച്ച് വേരുകൾ കൂടുതൽ വാസ് ചെയ്യുമ്പോൾ കൂടുതൽ വളം വലിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ. അങ്ങനെ നമ്മളുടെ ഈ വിരലുകൾ 10 ഉണ്ട്. 10 ഒരുപോലെ അല്ലല്ലോ, 10 സൈസാണ്. ഇത് നമ്മളുടെ മാങ്കോസ്റ്റിനാണ്. ഇപ്പോൾ ഇതിന് തട്ട് തിരിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് വീണ്ടും തിരിയും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വാഴയൊക്കെ നട്ടിട്ടുണ്ട്. വാഴ നമ്മൾ നട്ടു, പക്ഷേ ഓവർ ശല്യമായി വന്ന വാഴ നമ്മൾ ഈ ഒരു കൊല കഴിയുമ്പോൾ ഇതൊക്കെ വെട്ടി മാറ്റി കളയും. ഇതേ അവിടെ ഒരു വാഴ വലിച്ച് നിൽക്കുന്നുണ്ടോ? അതുപോലെ നമ്മുടെ കപ്പ നിൽപ്പുണ്ട്, പപ്പായ. അപ്പം ഇതും ശിവചേട്ടൻ വെട്ടുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ വളം നിർത്തും. തണൽ കൂടുതലായാൽ നമ്മൾ കളയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണിത്. അല്ലെങ്കിൽ നമ്മളുടെ പ്ലാവുകൾക്കൊക്കെ ഫ്രൂട്ട്സിൻ്റെ ചെടികൾക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതി. കാര്യം നമുക്ക് കുറച്ച് കായൊക്കെ പറിച്ച് തിന്നാമല്ലോ പഴുക്കുമ്പോൾ. ഞങ്ങളുടെ ഒരു വാഴ കുലച്ച് നിൽക്കുന്നുണ്ട്. ലോങ്കൻ ഫ്രൂട്ടാണ്. ഇതാണ് നമ്മുടെ ലോങ്കൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്. ഇത്രയും ഹൈറ്റായി. അപ്പോൾ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ടോ. പേരക്ക ഉണ്ടോ? പേരക്ക ഇത് പേരക്ക തരാമോ കുറച്ച്? ഇത് നമ്മുടെ അവക്കാഡോ ആണ്. ഇത് ഒരു 8 വർഷമെങ്കിലും വേണ്ടെങ്കിലേ കായ്ക്കുള്ളൂ. ഇപ്പോൾ ഇത് 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഇത്രയുള്ള തയ്യാണ് കൊണ്ടുവന്നേ. അപ്പോൾ 3 വർഷമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നണം. കറക്റ്റ് അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ അബിയു എവിടെ? വാഴ നമ്മുടെ റോബസ്റ്റ വാഴക്കൊല കണ്ടോ? അവിടെ വേറെ റോബസ്റ്റ വാഴക്കൊല ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറിക്കാറായോ? നമ്മുടെ മാങ്കോസ്റ്റിനാണ്. ഇവിടെയും നമുക്ക് നിറയെ പ്ലാവും കാര്യങ്ങളും നിൽപ്പുണ്ട്. അതുപോലെ നമ്മളുടെ നമ്മുടെ കായ് വിരിഞ്ഞു. നമ്മുടെ റംബുട്ടാൻ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. റംബുട്ടാൻ കാണാവോ? കായ് വിരിഞ്ഞു. റംബുട്ടാൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല കൊലകളിൽ നന്നായിട്ടുണ്ട്. കിട്ടണല്ലേ? ആ മുകളിലൊക്കെ നിറയുണ്ട്. ഇത് നമ്മുടെ ഇപ്പോൾ 1 2 3 4 തട്ട് തിരിഞ്ഞു. നമ്മുടെ 3 വർഷം കഴിഞ്ഞു. ഏകദേശം 4 വർഷത്തിൻ്റെ അടുത്ത് 3 വർഷം കഴിഞ്ഞ തൈയാണത്. അപ്പോൾ ഒരു 4 വർഷം കൂടി കഴിയുമ്പോൾ ഇത് നമുക്ക് കാഴ്ച കിട്ടും. ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ കാഴ്ച കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഉഷാറിൽ വളരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ആറ്റുനേന്ത്രനാണ് കൊലച്ച് നിൽക്കണത്. ഒരു കൊല ഞങ്ങൾ വെട്ടി. ഇത് നമ്മുടെ റോബസ്റ്റ. ഇത് അടുത്ത റോബസ്റ്റ. ശിവൻ ചേട്ടൻ്റെ പകുതി ഉണ്ട് കൊല. ഒരെണ്ണം ഇതിലും വലിയ കൊല അവിടെ മുകളിൽ നിൽപ്പുണ്ട്. നമ്മുടെ അബിയു ആണിത്. ഇത് ചെറിയ തൈയാണ്. നമ്മൾ വീട്ടുപറമ്പിൽ ഒരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്ര നല്ല ആരോഗ്യമുള്ളതല്ലായിരുന്നു. അത് മെല്ലെ ഉണങ്ങിയ മാതിരി നിൽക്കണേ. ചിലപ്പോൾ കടക്കയിൽ പൊടിച്ചു വരും. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ 2 മാസം കഷ്ടിയാവണുള്ളൂ വെച്ചിട്ട് കൂമ്പ് വലിച്ചു വരുന്നുണ്ട്. നമുക്ക് ആ ചിരക്കുണ്ടായതിന് എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിനെ കായ്ച്ച് കുത്തും. അതുപോലെ നമ്മുടെ അടുത്ത കൊല്ലം കായ്ക്കാവുന്ന റംബുട്ടാനാണ് ഇത്. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി അവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മളുടെ അപ്പുറത്തെ പറമ്പിൽ നിൽപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ പറമ്പിലെ മീൻകുളം. സ്റ്റീവൻ ചേട്ടൻ അവിടെ മീനിന് തീറ്റയിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഞങ്ങൾ ഇന്നാൾ കുറച്ച് മീനിനെ കറി വെച്ചു. മീനുകൾക്ക് പേടി കൂടുതലാണ്. അത് കാരണം അവർ നേരെ വരലില്ല. നമ്മൾ വല്ല നേരത്തും വന്നാൽ മാത്രം. ഇതാണ് നമ്മളുടെ മീൻ ഫിഷിന് മേടിച്ച് കൊടുക്കുന്ന തീറ്റ. ഇത് ഇപ്പോൾ ഒരുവിധം വലിപ്പമുള്ള മീനുകൾക്ക്
അതിൻ്റെ മണി കണ്ട ഇത്തിരി വലിപ്പമുള്ളതാണ്. ചെറിയ മീനാണെങ്കിൽ നമ്മൾ ചെറിയ തരി കിട്ടും, അപ്പോൾ അതിന് റേറ്റ് കൂടുതലാണ്. ഇത് ഇത്തിരി ഏറ്റവും വലിയ തരിയല്ല, ഏറ്റവും വലുതാണെങ്കിൽ അതിന് 37-39 രൂപയാട്ട തരി കിലോ. ഇതിപ്പോൾ 47 രൂപ ഒരു കിലോന്. പിന്നെ മറ്റേ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള സൈസാണെങ്കിൽ അതിന് 80 രൂപ ഏതാണ്ട് വരുമെന്നാണ്. അപ്പോൾ നമ്മളിത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവർക്ക് കൊടുക്കും. ഇതിപ്പോൾ പ്രകൃതിയുടെ എല്ലാ ഇതുമുള്ള ഒരു കുളമാണ്. നമ്മൾ വീട്ടിൽ ടാങ്ക് കെട്ടിയിട്ടിട്ടെന്ന് പറഞ്ഞാൽ മീൻ അത്രയ്ക്ക് വളരുന്നില്ല. അതേസമയം ഇതിൽ കൊണ്ടുവന്നിട്ടിപ്പോൾ ഇതിനകത്ത് നല്ല വളർച്ചയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇത് നമ്മളുടെ നാടൻ പിലോപ്പിയാണ്, അല്ലാണ്ട് മറ്റേ ഗിഫ്റ്റ് സംഭവമൊന്നുമല്ല. അത് കാരണം നിറയെ കുഞ്ഞുങ്ങളും ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മളിങ്ങനെ നെറ്റ് കെട്ടി കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നെറ്റ് കെട്ടി കൊടുത്തില്ലെങ്കിൽ പൊന്മാൻ വന്ന് അങ്ങനെ കിളികളൊക്കെ വന്ന് നമ്മളുടെ നൈറ്റിലൊക്കെ നത്ത് ഊമൻ എന്ന് പറയുന്ന സാധനമൊക്കെ വന്ന് അതൊക്കെ വന്ന് മീനെ പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ ഈ നെറ്റൊക്കെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്താൽ പിന്നെ കിളികളുടെ ശല്യങ്ങൾ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് വരുമാനം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കൃഷിയല്ല. നമ്മളുടെ വീട്ടിലുള്ള ഫിഷ് ടാങ്കിൽ ഒത്തിരി മീനുകളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാണ്. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലെ ടാങ്കിലെന്ന് പറഞ്ഞാൽ അത് ഒരുവിധം നല്ല വെള്ളം കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇപ്പോൾ ഉള്ള ഫിഷിനെയൊക്കെ പിടിച്ച് നമ്മൾ ഇതുപോലെയുള്ള കുളത്തിൽ കൊണ്ടുവന്നിട്ടാൽ അപ്പോൾ അവരവിടെ കിടന്ന് വലുതായിക്കോളും. നമ്മളുടെ അവിടെ മറ്റേ ഗിഫ്റ്റ് തിലോപ്പിനെ മേടിച്ചിടാമെന്ന് വിചാരിച്ചാണ്. ഒരു 50 അതിനെ മേടിച്ചിട്ട് നമ്മൾ ശരിക്കും തീറ്റയും കൊടുത്ത് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 5 മാസം 6 മാസം ആകുമ്പോഴേക്കും ഒരു 300 ഗ്രാം 250-300 ഗ്രാം വെച്ച് വലിപ്പമായി കിട്ടും. അപ്പോൾ നമുക്ക് പിടിച്ച് കറി വയ്ക്കാം. പിന്നെ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വേണമെങ്കിൽ കൊണ്ടാവണമെങ്കിൽ നമ്മൾ അവർക്ക് ഹോർമോൺ കൊടുക്കുക എന്തൊക്കെയോ ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ അത് കഴിഞ്ഞ് അവരെ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് എണ്ണത്തിന് മേടിച്ചിട്ടാൽ മതി. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മീനെങ്കിലും നമുക്ക് അങ്ങനെ നല്ല മീനെ കൂട്ടാം. പിന്നെ കാശ് കൊടുത്ത് മേടിക്കണ്ട. നമ്മൾ ഫിഷൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിലൊക്കെ കിടക്കണം, അതൊരു ഐശ്വര്യമാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം അവിടെ നിന്ന് മീനെ പിടിച്ചപ്പോൾ അധികം വലിപ്പം കുറവാണ്. അവിടെ നമ്മൾ ഈ ടാങ്കിലിട്ടേക്കണ കാരണമാണെന്ന് തോന്നണു, അത് എണ്ണം കൂടുതലുണ്ടായിട്ടോ. എന്തുകൊണ്ടോ വലിപ്പം കുറവാണെങ്കിലും സൂപ്പർ ടേസ്റ്റി, നല്ല ടേസ്റ്റായിരുന്നു മീൻ. അപ്പോൾ ഞങ്ങളതെടുത്ത് വറുത്ത് പൊരിച്ച് കഴിച്ചു. അപ്പം നമ്മൾ ഈ മീനെ ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 ഗുണങ്ങളാണ് കാണുന്നത്. ഒന്ന് നമുക്ക് മീൻ കിട്ടും. പിന്നെ നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം യൂസ് ചെയ്താണ് ഞങ്ങൾ അവിടുത്തെ പറമ്പിലെ തൈക്കളെല്ലാം നനയ്ക്കുന്നത്. അപ്പോൾ ഇത് ഈ മീൻ കിടക്കുന്നത് കൊണ്ട് ഈ വെള്ളത്തിനൊരു പ്രത്യേക പവറുണ്ട്. മീനിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അമോണിയയാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ ചെടികൾക്ക് നനച്ചു കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഗ്രോത്തും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഈ വെള്ളം യൂസ് ചെയ്താണ് നനയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു പകുതി കുളം വരെ ആവും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് നിറയും. അപ്പം അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു വളവും കൂടിയാണ് ഇതിൽ നിന്ന് കിട്ടണത്. അപ്പോൾ നമ്മൾ ഈ മീനുകൾക്ക് ഈ കൊടുക്കുന്ന തീറ്റയുടെ ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് പാവൽ കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കാണുക. ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ പാവൽ കൃഷിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ കൃഷി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.